പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 17ാമത്തെ ചാപ്റ്ററാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രമാണ് പബ്ലിക് എക്സാമിന് ചോദിക്കുന്നത്. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ പറഞ്ഞ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സാണ്. എല്ലാ വിഷയത്തിൻ്റെയും ഗൈഡ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് വഴി അയച്ചതാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരിക. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കൊക്കെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രാക്ടീസാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ഗൈഡിലും അതേപോലെ തന്നെയാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലുണ്ട്, ആൻസർ മലയാളത്തിലുണ്ട്. കുറച്ച് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മളിത് 2-3 പാർട്ടാക്കിയിട്ടുള്ളത്. 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫൈൻ കൺസ്യൂമർ. ആരാണ് കൺസ്യൂമർ അല്ലെങ്കിൽ ആരാണ് ഉപഭോക്താവ്? ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് കൺസ്യൂമർ. ഇപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങുക, അയാൾ ഉപയോഗിക്കണം എന്ന് നിർബന്ധമല്ല. എന്നാൽ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി അയാൾ തന്നെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ഒരു കൺസ്യൂമർ ആണ് എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം, ഗീവ് ഔട്ട് ദി എക്സാമ്പിൾ ടു ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും എക്സാമ്പിൾ ഏതാണ്? സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനോ സ്പർശിക്കാനോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കാനോ മണക്കാനോ ഇതിനൊക്കെ സഹായിക്കുന്ന വസ്തുവാണ് എന്ത്? സാധനം. സേവനം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിക്കുന്നതാണ്. അത് നമുക്ക് തൊടാനോ സ്പർശിക്കാനോ ഒന്നും കഴിയാത്ത, ടേസ്റ്റ് അറിയാനൊന്നും പറ്റാത്തൊരു സംഭവമാണ് സേവനം. അപ്പോൾ സാധനങ്ങൾക്ക് എന്തൊക്കെ ഉദാഹരണം? ഭക്ഷണം, വസ്ത്രം, ഇന്ധനം, പേപ്പർ, വൈദ്യുത ഉപകരണം, ഇതൊക്കെ സാധനങ്ങൾ ഒട്ടനവധി നമുക്ക് എണ്ണപ്പെടാൻ പറ്റാത്ത അത്ര കോടിക്കണക്കിന് വസ്തുക്കളുണ്ട്. ഇത് സേവനങ്ങളിൽ വരുന്നത് വൈദ്യുതി, ആരോഗ്യം, ശുചിത്വം, വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്താണെന്ന് നിർവചിക്കാനാണ്. നല്ല ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ കമ്പോളങ്ങളിൽ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടാം. അപ്പോൾ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തെ എങ്ങനെ പറയാം? ഉപഭോക്താവ് എന്ത് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ വാങ്ങണം, എത്രത്തോളം വാങ്ങണം, എത്ര സമയം അതിന് വിനിയോഗിക്കണം എന്നെല്ലാം ഒരു ഉപഭോക്താവിൻ്റെ മനസ്സിൽ അവബോധം സൃഷ്ടിക്കുന്നെങ്കിൽ അത് ഉപഭോക്തൃ വിദ്യാഭ്യാസമാണ്. ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഒരു ഉപഭോക്താവ് വഞ്ചിതനാകുക. എന്ത് വാങ്ങണം, എവിടുന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എത്ര സമയമെടുത്ത് വാങ്ങണം, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസം നേടിയ ആൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് എ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ്. ഉപഭോക്തൃ വിദ്യ. എന്തിനാണ് ഈ ഉപഭോക്താവ് ഇങ്ങനെ വിദ്യാഭ്യാസം നടത്തുന്നത്? ഉൽപ്പന്നം വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും ബുദ്ധിപരമായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കാൻ സഹായിക്കാനൊക്കെ എന്താണ്? അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഉൽപ്പന്നം കൊണ്ട് അയാൾ പോകും. അത് നല്ലതാണോ, ബ്രാൻഡഡ് ആണോ, കേടുള്ളതാണോ, സെക്കൻഡ് ഹാൻഡ് ആണോ, ഫസ്റ്റ് ഹാൻഡ്, ഒന്നുമില്ല, അറിവുണ്ടാവില്ല. അപ്പോൾ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നതും അതേപോലെ തന്നെ കഴിവ് വർദ്ധിപ്പിക്കുകയും ബുദ്ധിപരമായ ഒരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കാനും പോലെ തന്നെ സഹായിക്കുന്ന ഉപഭോക്തൃ വിദ്യാഭ്യാസമാണ്. അതേപോലെ തന്നെ വിശ്വസ്തതയും ഗുണനിലവാരമുള്ളമായ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടാനും അത് ഉപഭോക്തൃ വിദ്യാഭ്യാസമാണ്. നല്ല വിശ്വസ്തതയും അതേപോലെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ അതിന് വിദ്യാഭ്യാസമാണ്.
3 കമ്പോളങ്ങളിലെ അഴിമതികളെ കുറിച്ച് അറിയണമെങ്കിലും ഉപഭോക്താവിന് വിദ്യാഭ്യാസം വേണം. ഒരു പ്രശ്നത്തെ അനുയോജ്യപരമായ രീതിയിൽ നേരിടണമെങ്കിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് ഉപഭോക്താവിനെ ബാധിക്കുന്ന രീതിയിലല്ലാതെ എങ്ങനെ ഉപഭോക്താവിന് നേരിടാം. ഒരു കമ്പോളത്തിൽ ഒരു ഉപഭോക്താവിന് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ കേട് വന്ന ഉൽപ്പന്നം കൊടുത്തു, അല്ലെ അളവിലും തൂക്കത്തിലും അദ്ദേഹത്തെ കൃത്രിമം കളിച്ച് ഇത് എങ്ങനെ ബുദ്ധിപരമായി നേരിടാം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കഴിയും എന്നുള്ളതാണ്. 5ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ദി പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി കസ്റ്റമർ വെൻ ബൈയിങ് എ പ്രൊഡക്റ്റ് ഫ്രം ദി മാർക്കറ്റ് ആണ്. കമ്പോളത്തിൽ നിന്നും ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഉപഭോക്താവ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? വിലയിലുണ്ടാകുന്ന വ്യത്യാസം. മാർക്കറ്റിൽ ഒരേ ഉൽപ്പന്നത്തിൽ ഒരേ സമയം വ്യത്യസ്ത ഉൽപ്പന്നം വിലയിൽ ഉണ്ടാവും. വലിയൊരു മാർക്കറ്റാണ്, അവിടെ പല ഷോപ്പുകളുണ്ട്. ഒരു കടയിലുള്ള വില അല്ല അടുത്ത കടയിലെങ്കിൽ അവിടെ അയാളുടെ ഇടയിൽ മനസ്സിനൊരു ഇതുണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെറുകിട കമ്പോളങ്ങൾ അപേക്ഷിച്ച് മൊത്ത കമ്പോളത്തിൽ വില കുറവായിരിക്കും. പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങൾ അല്ലാത്തവയേക്കാൾ വില കുറവായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ലൂസ് നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ വില കുറവായിരിക്കും. അതുപോലെ ഹോൾസെയിൽ കടയിൽ പോയി നമുക്ക് വില കുറഞ്ഞ് കിട്ടും, റീറ്റെയിലുള്ള വില കൂടും. അപ്പോൾ സാധാരണ കടയിൽ വിൽപ്പനക്കാരുടെ ലാഭം കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഉൽപ്പന്നത്തിൻ്റെ MRP നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഉൽപ്പന്നത്തിൻ്റെ ലേബലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, പുറത്ത് ഒട്ടിച്ചിട്ടുണ്ടാവും MRP എത്രയാണ്. ഉൽപ്പന്നങ്ങൾ സീസൺ അവസാനിക്കുമ്പോൾ സ്റ്റോക്ക് തീർക്കുമ്പോൾ കച്ചവടക്കാർ ചിലപ്പോൾ വില കുറക്കാറുണ്ട്. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം കൂടിയ ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറവായിരിക്കും എന്നുള്ളതാണ്. വിൽപ്പനക്കാരൻ ഉയർന്ന വില ഈടാക്കാതിരിക്കാൻ ഉൽപ്പന്നത്തിൻ്റെ ബ്രാൻഡ് പേര് മനസ്സിലാക്കിയിരിക്കണം. ഓരോ ഉൽപ്പന്നത്തിൻ്റെ പരമാവധി ചില്ലറ വില ഒരിക്കലും MRPയേക്കാൾ കൂടുതലായിട്ട് ഒരിക്കലും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ ഒട്ടിച്ച വിലയേക്കാൾ കൂടുതൽ വിൽക്കരുത്. പിന്നെ 2ാമത് മായം ചേർക്കൽ ഗുണനിലവാരം. ഇതാണ് ഒരു കസ്റ്റമർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും കൂട്ടിക്കലർത്തുമ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതിനൊക്കെ പല ആളുകളും മായം ചേർക്കുന്നുണ്ട്. അതാണ് അഡൾട്രേഷൻ. ഗുണനിലവാരം കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളിലോ ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നത്തിലോ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിൻ്റെ ദീർഘനാൾ സൂക്ഷിപ്പിനോ കളർ ചേർക്കാറുണ്ട്. ഹാനികരമായ ചേരുവകൾ ചേർക്കാറുണ്ട്. ഗുണമേന്മ കുറഞ്ഞ എണ്ണ, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കസ്റ്റമർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ നോൺ അവൈലബിലിറ്റി, ലഭ്യത കുറവ്, അത് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയൊക്കെയാണ്. ചില സന്ദർഭങ്ങളിൽ ചില ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ ലഭ്യമാകാതാവും. സീസണല്ല, കുറഞ്ഞ ഉൽപ്പാദനം, പ്രകൃതി ദുരന്തം, ഗതാഗത അസൗകര്യം കൊണ്ടുള്ള കുറഞ്ഞ വിതരണം എന്നിവയാണ് അതിന് കാരണങ്ങൾ. ചില സമയത്ത് വാഹനങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ കാരണമാകാം. റേഷൻ കടകളിലൊക്കെ പലപ്പോഴും സംഭവിക്കും. വണ്ടി ലോറി സമരമാണെങ്കിൽ അങ്ങനെയാകാം. പണ്ട് കാലത്തൊക്കെ പഞ്ചിങ് വരുന്നതിന് മുമ്പ് റേഷൻ കടകളിലൊക്കെ കരിഞ്ചന്തി പൂഴ്ത്തിവെപ്പ് വല്ലാതെ നടത്തിയത്. ഇന്നിപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്നൊക്കെ നമ്മുടെ മെഷീനിൽ കൈവിരൽ വെക്കലും അതിൻ്റെ കണക്കുകളൊക്കെ കറക്റ്റായി പരിശോധിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കച്ചവടപ്പുറം മനഃപൂർവ്വം ലഭ്യത പ്രകടിപ്പിക്കാറുണ്ട്. ഇവിടെ സാധനം ഉണ്ടെങ്കിലും സാധനം ഇല്ല എന്ന് പറയാറുണ്ട്. അതൊരു പലർക്ക് കടയെ സംബന്ധിച്ചിടത്തോളം പറയാറില്ല. റേഷൻ കടകളിലൊക്കെ മാവേലി, നീതി പോലുള്ള കടകളിലൊക്കെ അവർ പറയാറുണ്ട്. ഇത് മറിച്ച് വിൽക്കുന്ന ഒരു സ്വഭാവം പലയിടത്തും കാണിക്കുന്നുണ്ട്. ഇതാണ് എന്ന് പറയുന്നത്. പിന്നെ ക്ഷാമം, സാധനങ്ങൾ കിട്ടാത്ത സമയത്ത് ഇരട്ടി വിലക്ക് അവർ വിൽക്കും. ആളുകൾ നല്ല ചോദിക്കുന്ന സമയത്ത് അവർ ഇല്ല എന്ന് പറയും. പിന്നെ ക്ഷാമം വരുന്ന സമയത്ത് ഇരട്ടി വിലക്കും വിൽക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അളവ് തൂക്കത്തിലൊക്കെ കൃത്രിമം കാണിക്കാം. 1 കിലോഗ്രാം ഉള്ളത് 990, 950 ഗ്രാം, ഇതൊക്കെ ആളുകളെ പറ്റിക്കുന്ന രീതിയാണ്. വഞ്ചനപരമായ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ചില കച്ചവടക്കാർ ചില സന്ദർഭ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. അതായത് ചെറിയ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ പാക്ക് ചെയ്യുക, അല്ലേ? ഗുണമേന്മ കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഭംഗിയുള്ള നല്ല പാക്കിംഗ് കവറിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകളുടെ അട്രാക്ഷൻ പരമാണ്. അതുപോലെ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് പ്രമുഖ ഉൽപ്പന്നത്തിൻ്റെ വലിയ വലിയ ബ്രാൻഡിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് പാക്ക് ചെയ്യുക. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് സൗജന്യ സമ്മാനങ്ങളോ ഡിസ്കൗണ്ടുകളോ കൊടുത്ത് വിറ്റഴിക്കാൻ നോക്കുക. ഇതൊക്കെ ഇതിലൊക്കെ ആര് വിടുന്നുണ്ട്? കസ്റ്റമർ വിടുന്നുണ്ട്. പിന്നെ പറയുന്നത് പൂവർ കൺസ്യൂമർ ഗൈഡൻസ് ആണ്. അപര്യാപ്തമായ ഉപഭോക്തൃ മാർഗനിർദ്ദേശങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ ഉൽപ്പാദകരും കച്ചവടക്കാരും ഉൽപ്പന്നത്തെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നൽകാറില്ല. ഉയർന്ന ലാഭത്തിന് വേണ്ടി പോസിറ്റീവായ വിവരങ്ങൾ എടുത്തു കാട്ടുന്നു. അതുപോലെ തന്നെ ചില കച്ചവടക്കാർ ഉപഭോക്താക്കളെ പരിഗണിക്കാതെ അവരോട് പരിക്കനായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറയുന്നത് ഒരു മാർക്കറ്ററുടെ രീതിയാണ്, ഒരു സെല്ലറുടെ രീതിയാണ്. അതില്ലാതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
അതേപോലെ തന്നെ നിലവാരപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളുടെ അഭാവമാണ്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾ ISA, AG മാർക്ക്, FPO തുടങ്ങിയ മുദ്രകൾ നൽകാറുണ്ട്. ഇത് ഗവൺമെന്റിന് പുറപ്പെടുവിക്കുന്ന നിലവാര മുദ്രകളാണ്. ഈ മുദ്രകൾ അത് പതിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, കൃത്യമായ അളവ്, സുരക്ഷ എന്നിവ സൂചിപ്പിക്കുന്നു. ഇത്തരം നിലവാര മുദ്രകൾ നൽകാത്ത ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം ഇല്ലാത്തതാണ്. അത് വാങ്ങുന്നതിലൂടെ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ആറാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദി സൊല്യൂഷൻ ടു ഓവർകം ദി പ്രോബ്ലം ദാറ്റ് എ കൺസ്യൂമർ ഫേസിംഗ് ഇൻ ദി മാർക്കറ്റ് ആണ്. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണ്? സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ മനസ്സിലാക്കുക, അംഗീകൃത കമ്പനിയിൽ നിന്ന് വിശ്വസ്തപരമായ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുക, ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ബില്ലുകൾ, ഗ്യാരണ്ടി കാർഡുകൾ സൂക്ഷിച്ചു വെക്കുക, ശരിയായ പാക്ക് ചെയ്തതും ലേബൽ ഒട്ടിച്ചതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക, ബ്രാൻഡിൻ്റെ പേര്, ചേരുവകളുടെ അളവ്, പരമാവധി ചില്ലറ വില, കാലാഹരണപ്പെടുന്ന തീയതി എന്നിവയെല്ലാം ലേബലിൽ നിന്ന് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഈ ഏഴാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ റൈറ്റ് ദാറ്റ് ഗിവൺ ബൈ ദി ഗവൺമെന്റ് അണ്ടർ ദി ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം വഴി ഗവൺമെന്റ് നൽകുന്ന പ്രധാനപ്പെട്ട ഉപഭോക്തൃ അവകാശങ്ങൾ എന്തൊക്കെയാണ്? സുരക്ഷിതത്വമുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം കാണാനുള്ള അവകാശം, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. അടുത്ത എട്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് എ കൺസ്യൂമർ ആണ്. ഒരു ഉപഭോക്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഗ്യാരണ്ടി കാർഡ്, ബില്ലുകൾ, രസീതുകൾ എന്നിവ ഓരോ ഉപഭോക്താവും സൂക്ഷിച്ചു വെക്കുക. കച്ചവടക്കാരുടെ മനോഹരമായ പാക്കിംഗ്, ലേബൽ, അമിത സംസാരം, സൗജന്യ സംസാരം, പരസ്യം എന്നിവയിൽ ആകൃഷ്ടരായി പരമാവധി ചതിയിൽപ്പെടാതിരിക്കുക. അവരുടെ സംസാരം കണ്ട് നമ്മൾ ചിലപ്പോൾ അതിന് വീണു, അത് ഒഴിവാക്കും. ഉപയോഗം, കൈകാര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ഉൽപ്പന്നങ്ങൾ പരമാവധി പാഴാക്കാതെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഇനി ഏകദേശം പകുതി ഭാഗത്തോളം ഇനി എടുക്കാണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കും. പിന്നെ വേറൊരു വീഡിയോയിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവതരിപ്പിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്ന നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതെല്ലാ വിഷയത്തിൻ്റെ ക്ലാസ്സുകളും എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 അഡ്മിഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെ എല്ലാ ജില്ലകളിലും നമ്മൾ എക്സാം സെൻറ്റർ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നൽകുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഗൈഡുകൾ, അസൈൻമെൻറ്റുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.